ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈത്തപ്പഴവും ഗോതമ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഡെസേർട്ടായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, കാണാൻ ലുക്കിലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കിലോ ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 250 ഗ്രാം ഈത്തപ്പഴം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്താൻ വെക്കാം. ഈത്തപ്പഴം നമ്മൾ ഏത് ബൗളിലാണ് വെച്ചിരിക്കുന്നത് അതിൽ ഈത്തപ്പഴത്തിന് മുകളിലേക്ക് വെള്ളം പൊങ്ങി നിൽക്കാവുന്ന തരത്തിൽ. എന്നിട്ട് നമ്മളിതാ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ അരിപ്പ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഈത്തപ്പഴം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കതിൻ്റെ സിറപ്പ് വേറെ ആയിട്ടും കിട്ടും, മറ്റേ ഈത്തപ്പഴം അവിടെ ഡ്രൈ ആയിട്ട് മേലും കിട്ടും. ഇത് നമ്മൾ അതിലത്തെ കുരു കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി അതിലുള്ള കുരുകളൊക്കെ നമ്മൾ ഇതുപോലെ പറക്കിയെടുത്തിട്ട് കളയുക. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ കുരു കളഞ്ഞിട്ടാണ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഡയറക്റ്റായിട്ട് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഫസ്റ്റ് ഈത്തപ്പഴത്തിൽ നിന്ന് എടുത്ത് വെച്ച വെള്ളം എന്തുകൊണ്ടാണ് മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ഒഴിക്കാത്തതെന്ന്. അതൊഴിച്ചാൽ നമുക്ക് ബേറ്ററിൽ കലക്കിയെടുക്കാൻ വെള്ളം തികഞ്ഞു വരില്ല. ഇപ്പോൾ ഞാൻ വേറൊരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1/4 സ്പൂൺ ഈസ്റ്റ് റൈസ് ചെയ്യാൻ വേണ്ടി ഇട്ട് വെക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. നമ്മൾ മധുരമുള്ള ഐറ്റംസിലൊക്കെ ഒരു ഇത്തിരി ഉപ്പ് ആഡ് ചെയ്യില്ലേ, അതുപോലെ ഒരു പിഞ്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നേരത്തെ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ച ഈസ്റ്റില്ലേ, ആ ഒരു വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു അരച്ചെടുത്ത മിക്സ്ചറില്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കുറേശ്ശെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം ഒപ്പം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഇതിൽ കട്ടകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് മാറ്റി വെച്ച ആ വെള്ളമില്ലേ, അതും കൂടെ ഞാൻ ഈ മിക്സറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബേറ്റർ വേണ്ടത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ശർക്കരപ്പാൻ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 2 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ നമ്മളെടുത്ത ഈ ഒരു കപ്പ് മാവിലേക്ക് ഈ 2 അച്ച് ശർക്കര തന്നെ ധാരാളമാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി ശർക്കര ഉരുക്കിയെടുത്തിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാതും അലിഞ്ഞ് വന്നാൽ നമുക്ക് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം ഞാൻ വീണ്ടും അത് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് കുറുകി വരുന്ന വരെ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം ഞാൻ അരിച്ചെടുത്തിട്ട് വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 സ്പൂണ് ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ചെറിയ ജീരകമല്ലേ അത്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കണ്ടില്ലേ, എൻ്റെ കൈമ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒട്ടി വരുന്നുണ്ട്. ഈ ഒരു ടൈമായ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബേറ്ററില്ലേ, അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ 1 സ്പൂൺ എടുത്തിട്ട് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയ സ്പൂൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് ലഭിക്കും. നമ്മുടെ ബേറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസി ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ലഭിക്കും. ഷേപ്പൊന്നും പ്രോബ്ലം ഇല്ല കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ തീരെ ഷേപ്പില്ലാതെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഗോതമ്പ് പൊടി ആ ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ഗോൾഡൻ കളറായാൽ നമ്മൾ അങ്ങനെ കോരിയെടുത്തിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റുക. അങ്ങനെ അതും നമ്മൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ട്രിപ്പ് ഇടുന്നത് മാത്രമാണ് കാണിക്കുന്നുള്ളൂ. പിന്നെ എല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ട് നമുക്കിത് നമ്മളെ ശർക്കരപ്പാനി റെഡിയാക്കിയിട്ടില്ലേ, അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മളിതിൽ ഷുഗറൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ, ഈത്തപ്പഴത്തിൻ്റെ മധുരം മാത്രമേ ഇതിനുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്റർ മൊത്തം നമ്മൾ ഏകദേശം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം ശർക്കര പാനിയിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഗുലാബ് ജാമുൻ ചെയ്യുന്നത് പോലെ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് വെക്കുകയല്ല ചെയ്യുന്നത്. ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ ആ ശർക്കര പാനിയിലൊന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് അടുത്തത് ഡിപ്പ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഫസ്റ്റ് ഡിപ്പ് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്തോ ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നു പോയിട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിലേക്കൊക്കെ നല്ല മധുരമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഈത്തപ്പഴമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ. താങ്ക് യു.